SFIയുടെ ആൾക്കൂട്ട വിചാരണയുടെ മറ്റൊരിരയാണ് കോഴിക്കോട് കൊയിലാണ്ടി SNDP കോളേജിലെ ബിരുദ വിദ്യാർത്ഥി അമൽ. SFI യൂണിറ്റ് സെക്രട്ടറിയെ മർദ്ദിച്ചെന്നാരോപിച്ച് കോളേജ് യൂണിയൻ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം കുട്ടിസഖാക്കളാണ് അമലിനെ തല്ലിച്ചതച്ചത്. കോളേജിന് സമീപത്തുള്ള ഇടിമുറിയിലിട്ടായിരുന്നു ക്രൂരമർദ്ദനം. സംഭവത്തിൽ 20ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പിന്നാലെ 5 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡും ചെയ്തു. അമലിന്റെയും SFIയുടെയും പരാതിയടക്കം പരിശോധിക്കാൻ കമ്മീഷനെയും കോളേജ് നിയോഗിച്ചിട്ടുണ്ട്. കോളേജിൽ നടന്ന കൗൺസിൽ യോഗത്തിലാണ് SFI യൂണിറ്റ് സെക്രട്ടറിയും യൂണിയൻ ചെയർമാനും ഉൾപ്പെടെ 5 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായത്. കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകരുടെ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി അമൽ നൽകിയ പരാതിയിലാണ് യൂണിയൻ ചെയർമാൻ അഭയകൃഷ്ണയെയും SFI യൂണിറ്റ് സെക്രട്ടറി അനുനാഥിനെയും സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ 21-ാം തീയതി കോളേജിൽ നടന്ന സംഘർഷത്തിന് പിന്നിൽ അമലാണെന്ന് കാണിച്ച് അനുനാഥും പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളായ ആദിത്യൻ, ആദർശ്, മുഹമ്മദ് ഷഫാഖ് എന്നിവരെയും സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ 21-ാം തീയതി തന്നെ പരാതി നൽകിയെങ്കിലും പിന്നീട് പിൻവലിക്കുകയായിരുന്നു. 2 പരാതികളിലും അന്വേഷണം നടത്താൻ 5 പേരടങ്ങുന്ന പ്രത്യേക കമ്മീഷനെ ചുമതലപ്പെടുത്തിയതായി പ്രിൻസിപ്പൽ ഡോക്ടർ CP സുജേഷ് പറഞ്ഞു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമായിരിക്കും തുടർ നടപടികൾ. 2 പരാതികളിലും റാഗിംഗ് പരാമർശം ഉള്ളതിനാൽ പരാതികൾ ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. റാഗിംഗ് പരാമർശം ഉള്ളതുകൊണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് റാഗിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണത്തിനായി ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് ഈ പരാതികളെല്ലാം റെഫർ ചെയ്തു. അമലിനെ ആക്രമിച്ച SFI പ്രവർത്തകർക്കെതിരെയും SFI ഏരിയ സെക്രട്ടറിക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് KSU പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. നടപടി ഉണ്ടായില്ലെങ്കിൽ കോളേജ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും KSU സംസ്ഥാന കമ്മിറ്റി അംഗം ജാനി പറഞ്ഞു. അമൽ നൽകിയ പരാതിയെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കാനും അട്ടിമറിച്ചുകൊണ്ട് SFIക്കാരെ സംരക്ഷിക്കാനാണ് ഈ ക്യാമ്പസിലെ പ്രിൻസിപ്പലിന്റെ സമീപനമെങ്കിൽ ഈ ക്യാമ്പസ് തന്നെ പ്രവർത്തിപ്പിക്കാൻ KSU അനുവദിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം ഒരുക്കാൻ KSU ഉണ്ടാകുമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നു. കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി അമലിനെ കഴിഞ്ഞ ദിവസമാണ് SFI പ്രവർത്തകർ കോളേജിനടുത്തുള്ള വീട്ടിൽ വെച്ച് ആക്രമിക്കുന്നത്. മർദ്ദനത്തിൽ തലയ്ക്കും മൂക്കിനും കൈക്കും പരിക്കേറ്റിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്.